അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെയേറെ പവിത്രമായ ദിവസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമളാനിൻ്റെ 4-ാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എടുത്ത നോമ്പ്, നമ്മുടെ തറാവീഹ്, നമ്മുടെ മറ്റ് ഇബാദത്തുകളെല്ലാം നമ്മിൽ നിന്ന് അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാനിൻ്റെ പുണ്യം നിറഞ്ഞ ദിവസങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഒരു നോമ്പിന് അള്ളാഹു തരുന്ന പ്രതിഫലം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ നമുക്ക് സാധ്യമല്ല. എങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഫത്തറ സ്വായിമ, ഒരാൾ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ, ഒരു നോമ്പുകാരനായ ഒരു വ്യക്തിയെ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം 5 എണ്ണമാണ്. അവൻ അള്ളാഹു കൊടുക്കുന്നത് 5 പ്രതിഫലമാണ്. അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, 1, അവൻ്റെ പാപം മുഴുവനും അള്ളാഹു പൊറപ്പിച്ചു കളയുമെന്നാണ്. ഒരു വ്യക്തിയെ ഞാനോ നിങ്ങളോ നോമ്പ് തുറപ്പിക്കാൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെള്ളം അല്ലെങ്കിൽ ഒരു കാരക്ക എന്താണെങ്കിലും നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1, അവൻ്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പൊറപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 2, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന വിഭാഗത്തിൽ അവൻ അള്ളാഹു പെടുത്തുന്നതാണ്, അവൻ അള്ളാഹു ചേർക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 3-മതായി അള്ളാഹിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നത്, നോമ്പുകാരനായ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണോ അതുപോലെയുള്ള അതേ പ്രതിഫലം ഈ നോമ്പ് തുറപ്പിച്ചവനിക്കും അള്ളാഹു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. 4-മതായി അള്ളാഹിൻ്റെ റസൂൽ പറയുന്നത്, മലക്കുകൾ അവന് വേണ്ടി, റഹ്മത്തിന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ്. നോമ്പ് തുറന്നാൽ കിട്ടുന്ന പുണ്യങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവരെ. 4-മത്തത്, മലക്കുകൾ അവന് വേണ്ടി റഹ്മത്ത് കൊണ്ട് റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. 5, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കാര മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകുന്ന ആ രാത്രിയിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഹസ്തദാനം അവന് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 30 ദിവസവും നമ്മൾ നോമ്പെടുക്കാറുണ്ട്. ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരു പാവപ്പെട്ടവനെ, അയൽവാസി അല്ലെങ്കിൽ കുടുംബക്കാർ, ഒരാളെങ്കിലും നമ്മൾ നോമ്പ് തുറപ്പിക്കണം. വലിയ പുണ്യമാണ് അള്ളാഹിൻ്റെ ഹബീബ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെടണം. അതുകൊണ്ട് റമളാനിൻ്റെ ഉതകുന്ന എല്ലാ അമലുകളും ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം കരസ്ഥമാക്കുന്ന വിശ്വാസികളായി ഞാനും നിങ്ങളും മാറണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നാം എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ അവൻ്റെ നോമ്പുകാരിലും ഖായിമീങ്ങളിലും അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.